നമസ്കാരം. പ്രതിയുതി യോഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നവഗ്രഹങ്ങൾ സഞ്ചാരത്തിനിടെ പല തരത്തിലുള്ള യോഗങ്ങളും സംയോഗങ്ങളും ദൃഷ്ടിയും സൃഷ്ടിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒന്ന് തന്നെയാണ് പ്രതിയുതി യോഗം. വ്യാഴവും ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധനും ചേർന്ന് പ്രതിയുതി യോഗം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ യോഗവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. വ്യാഴം നിലവിൽ ഇടവം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ബുധൻ വൃശ്ചികം രാശിയിലും. സഞ്ചാരത്തിനിടെ ഇവർക്കിടയിൽ 18 ഡിഗ്രി കോൺ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ പ്രതിയുതി യോഗം എന്നാണ് ജ്യോതിഷത്തിൽ പരാമർശിക്കുന്നത്. തന്മൂലം ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾക്ക് അത് കാരണമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. ഏതെല്ലാമാണ് ആ നക്ഷത്രക്കാർ എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയാണ് ഇത്. പ്രതിയുതി യോഗവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വിജയങ്ങൾ വന്നു ചേരാം. കാര്യവിജയങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ വിചാരിച്ചതായ ചില കാര്യങ്ങൾ അനുകൂലമാകാം. ഉദ്ദേശിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സഫലമാകുന്ന സമയം കൂടിയാണ് എന്ന് പരാമർശിക്കുവാൻ സാധിക്കും. പലവിധ ചെലവുകൾ വന്നു ചേരാം. എന്നാൽ അത്തരം ചെലവുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ അനാവശ്യമായ ചെലവുകൾ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്നതുമാണ്. സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടുന്നതായ സമയമാകുന്നു. ജീവിതത്തിൽ ഇതുവരെ അനുഭവപ്പെട്ടിരുന്നതായ പല പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. വിവേകപൂർവം അല്പം ചിന്തയോടെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ബുദ്ധിയോടെ ചിന്തിച്ച് നേട്ടങ്ങൾ കൊയ്യുവാനും, കർമ്മരംഗത്താണ് എങ്കിലും തൊഴിൽപരമാണ് എങ്കിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പ്രമോഷനുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം വന്നു ചേരാം. അല്ലെങ്കിൽ വരുമാനം വർദ്ധിക്കാം. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും അനുകൂലമായ സാഹചര്യമാണ് വന്നു ചേരുക. അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യം തൃപ്തികരമായി തന്നെ തീരും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയം തന്നെയാണ് ഇത്. ഈ സമയം വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യവും ഓർക്കുക. അനുകൂലമായ സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. ഭരണി നക്ഷത്രക്കാർക്കും പ്രതിയുതി യോഗം അനുകൂലമായ ഫലമാണ് കൊണ്ടുവരിക. ഈ സമയം നിങ്ങൾക്ക് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ബുദ്ധിക്ഷമത വർദ്ധിക്കുന്നതായ സമയം എന്ന് തന്നെ പരാമർശിക്കാം. ഏകാഗ്രതയും ആശയവിനിമയ ശേഷിയും കൈവരിക്കുവാൻ സാധിക്കും. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇതോടൊപ്പം ഈ കാലയളവിൽ വ്യക്തിത്വം കൂടുതൽ ആകർഷകമായി തീരും. ഉദ്യോഗസ്ഥർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഇവർ ചെയ്യുന്നതായ ജോലികളിൽ കൂടുതൽ മികവ് പുലർത്തുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുകയും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് എങ്കിൽ ഈ സമയം കൂടുതൽ ഗുണകരമായി തീരും. പണം ധാരാളമായി കൈകളിലേക്ക് വന്നു ചേരുകയോ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയോ ചെയ്യാവുന്നതാണ്. കൂടാതെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മറ്റുള്ളവരിൽ നിന്നും സഹായം പോലും അല്ലെങ്കിൽ പിന്തുണ പോലും ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. അനിഴം നക്ഷത്രക്കാർക്കും പ്രതിയുതി യോഗത്താൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാകുന്നു. നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന ഒരു സമയമാണ്. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി തന്നെ ആവശ്യങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ പണം കൈകളിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ധനം കൈകളിലേക്ക് വന്നു ചേരുക. അതിനുള്ള അവസരങ്ങൾ, വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ലഭിക്കാവുന്നതുമാണ്.
സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പല ജോലികളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും ജോലികൾ പുനരാരംഭിച്ച് പൂർത്തിയാക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. പുതിയ ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ആ ജോലി നിങ്ങൾക്ക് അനുകൂലമായി തീരും. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ, പുതിയ അവസരങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വളരെയധികം വർദ്ധിക്കുന്ന സമയമാകുന്നു. ആത്മീയ കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. വാഹനം, വീട് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുകയോ അല്ലെങ്കിൽ വീട് വാങ്ങുകയോ പൂർത്തീകരിക്കാനോ ഉള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ പോലും പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ധനപരമായ ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലമോ അശ്രദ്ധ മൂലമോ നഷ്ടങ്ങൾ സംഭവിക്കാം, തിരിച്ചടികൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് ധനപരമായി അനുകൂലമായ സമയമാണ്. പിന്തുണ പോലും ലഭിക്കുന്നതായ സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാകുന്നു. പ്രതിയുതി യോഗത്താൽ ഇവർക്ക് പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് ഉള്ളത്. വിചാരങ്ങളും ഉദ്ദേശങ്ങളും സഫലമാകുന്ന സാഹചര്യം വന്നു ചേരാം. അനാവശ്യമായ ചെലവുകൾ ഒരു പരിധി വരെ കുറയ്ക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടുക. മറ്റു വ്യക്തികളുടെ സഹായത്താൽ പോലും പിന്തുണയാൽ പോലും നിങ്ങൾക്ക് അല്പം നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്പം മോചനം ലഭിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. വിവേകപൂർവം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നതായ സമയം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ചില വിഷമങ്ങൾ ഒരു പരിധി വരെ തടഞ്ഞ് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ജോലി മാറാനുള്ള ചിന്തകളുണ്ട് എങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം നേടുവാൻ സാധിക്കും. എന്നാൽ നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ശ്രമങ്ങൾ നടത്തുന്നതാണ് ഉത്തമം എന്ന കാര്യം ഓർക്കുക. ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പുതിയ അവസരങ്ങൾ വന്ന് ചേരാവുന്ന സമയമാകുന്നു. ആരോഗ്യ കാര്യങ്ങൾ അല്പം തൃപ്തികരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ സമയം വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാം. ശരിയായ സമയം ശരിയായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ആയില്യം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രതീതിയിലൂടെ ഇവർക്ക് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ്. ബുദ്ധിക്ഷമതയും ഏകാഗ്രതയും വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാര്യവിജയങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഇവർക്ക് അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ജോലിയിൽ നേട്ടങ്ങൾ വന്നു ചേരാം. ചെയ്യുന്നതായ ജോലികളിൽ കൂടുതൽ മികവ് പ്രകടമാകുന്നതായ സാഹചര്യം കൂടിയാണ് ഉള്ളത്. പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമുണ്ട്. ജോലിയിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അല്പം ഗുണകരമായ സമയമാകുന്നു. സഹായം പോലും ലഭിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. പല കാര്യങ്ങളും കൈകളിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്ന് വരുന്നതായ സാഹചര്യം. കൂടാതെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയത്തിലെത്തും. കൂടാതെ ഈ സമയം അപ്രതീക്ഷിതമായി പണം കൈകളിലേക്ക് വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധിക്ക് സഹായകരമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം ജോലികൾ അത് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്നതുമാണ്. പുതിയ അവസരങ്ങളാണ് ജോലി അന്വേഷിക്കുന്നവർക്കാണ് എങ്കിലും വന്നു ചേരുക. ആത്മീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കുന്നതായ സമയം. ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്.
ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക.